ചാക്യാർകൂത്ത് കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് ചാക്യാർകൂത്ത്. കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് ചാക്യാന്മാരുടെ കൂത്ത് എന്ന അർത്ഥത്തിലാണ് ഈ പേര് നിലവിൽ വന്നത്. ഇതൊരു ഏകാംഗ കലാരൂപമാണ്. വേഷം: വിദൂഷകന്റെ വേഷമാണ് കൂത്തിൽ ചാക്യാർക്കുള്ളത്. മുഖത്തും നെഞ്ചിലും കൈമുട്ടിനു മേലെയും അരിമാവ് കൊണ്ടണിയും. കണ്ണിൽ വീതിയിൽ കണ്ണെഴുതി വാലിടും. നെറ്റി, മൂക്ക്, കവിളുകൾ, താടി, നെഞ്ച്, കൈകൾ എന്നിങ്ങനെ 14 ഭാഗങ്ങളിൽ ചുവന്ന പൊട്ടുണ്ട്. മീശയ്ക്ക് മേൽക്കൊമ്പും കീഴ്ക്കൊമ്പുമുണ്ട്. ചെവിപ്പൂക്കളും കുടുമയും വാസിയും പീലിപ്പട്ടവും ഉണ്ടാകും. കൈകളിൽ കടകം, മാറിടത്തിൽ പൂണൂൽ എന്നിവയുണ്ടാകും. ഒരു ചെവിയിൽ തെച്ചിമാലയും മറ്റേതിൽ വെറ്റിലച്ചുരുളും വയ്ക്കും. മാറ്റുമടക്കി പിന്നിൽ കനപ്പിച്ച് പൈതകം വെച്ചുടുത്ത് കടിസൂത്രം കെട്ടും. ചാക്യാർകൂത്തിൽ വാദ്യോപകരണങ്ങളായി ഉപയോഗിക്കുന്നത് മിഴാവ്, ഇലത്താളം എന്നിവയാണ്. അവതരണം: ചാക്യാർകൂത്തിൽ നൃത്തത്തിൻ്റെ അംശം വളരെ കുറവാണ്. വേഷവിധാനവും മുഖഭാവങ്ങളും മറ്റു ശരീരഭാഷകൾക്കുമാണ് ചാക്യാർകൂത്തിൽ പ്രാധാന്യം. പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത്. കലാകാരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടൊരു പ്രാർത്ഥന ചൊല്ലി കൂത്ത് തുടങ്ങുന്നു. സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യം കലർന്ന രൂപത്തിൽ പ്രതിപാദിക്കുന്നു. കൂത്ത് കാണാനിരിക്കുന്ന കാണികളെ കളിയാക്കിയും ചാക്യാർക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാം.